അതെ, ഇന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം നമുക്കൊന്ന് ഒരുങ്ങിയാലോ? അതെ, ഉള്ളതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു ചുരിദാർ എടുത്തു. പക്ഷേ ഇത് ഇട്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. ചെറുതായിട്ട് തടി തോന്നുന്നുണ്ടോ എന്ന്. കുഴപ്പമില്ല, നമുക്ക് ഷാൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പുട്ടി പരിപാടി തുടങ്ങാലോ. അപ്പം ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തു, ജസ്റ്റ് പ്രൈമർ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുട്ടി അടിക്കാൻ കരുതി. എല്ലാവരും ഈവനിങ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പൊട്ടിയൊക്കെ അടിച്ചേ വരും. അപ്പം ഞാനായിട്ട് കുറയ്ക്കണ്ടല്ലോ. അപ്പം ജസ്റ്റ് ഞാനും തുടങ്ങി പുട്ടി അടിക്കാൻ. സാരി എടുക്കണമെന്ന് വിചാരിച്ചാട്ടോ ഇറങ്ങി. പക്ഷേ അതിനോട് കളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. അങ്ങനെയാണ് ഞാൻ ഈ ചുരിദാറിലേക്ക് പിടിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഐലൈനർ ഒന്ന് എഴുതാൻ എനിക്ക് വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ഹിമാലയൻ്റെ കൺമിഷൻ അങ്ങോട്ട് എടുത്ത് എഴുതാം. അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം ലിപ്സ്റ്റിക് ആണല്ലോ. അത് നമ്മുടെ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ്. അതും അങ്ങോട്ട് ഇട്ട്. പിന്നെ ഈ കമ്മൽ എനിക്ക് റിജിലൻ്റെ അമ്മ വാങ്ങി തന്നാ കേട്ടോ. ഏതൊരു ഉത്സവപ്പറമ്പ് നിങ്ങാണ്ട് വാങ്ങിയതാണ്. അടിപൊളി, എന്തായാലും കൊള്ളാം. ഒരു പൊട്ടൊക്കെ കുത്തി ഞാൻ അങ്ങോട്ട് ഇറങ്ങിട്ടോ. പിന്നെ കുറച്ച് കണ്ണാടിയുടെ മുമ്പിലൊക്കെ നോക്കി എങ്ങനെയുണ്ട് കൊള്ളാവോ എന്നൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ.